അപ്പോൾ മെയിനായിട്ട് ഇപ്പം തേർഡ് മൊഡ്യൂളിൽ എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല. ഒരു സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രീ പ്രൂണിങ് ആൻഡ് ഡിസിഷൻ ട്രീ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ട്രീ പ്രൂണിങ്. അറിയാലോ ട്രീ പ്രൂണിങ് എന്താണ്? അതിൽ ട്രീ പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവിങ് ഓർ ആഡിങ് സം സബ് ട്രീ സെക്ഷൻ ഇസ് നോൺ ആസ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ട്രീ പ്രൂണിങ്, റൈറ്റ്? ഇനി സിഗ്നിഫിക്കൻസ് എന്താ അതിന്റെ? പ്രീ പ്രൂണിങ് കൊണ്ട് പോസ്റ്റ് പ്രൂണിങ് കൊണ്ട് ഔട്ട്ലേയേഴ്സ് ഓർ നോയ്സസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു ടാസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Based on the following, determine the gender of a person having height 6 feet, weight 130, foot size 8. ഇത് തന്നിട്ട് ഇത് നെയ്വ് ബൈസിൽ ചെയ്യാനാണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ടേബിൾ തന്നപ്പോഴും നെയ്വ് ബൈസിൽ എങ്ങനെ ചെയ്യാന്ന് ചോദിക്കാറോ? ഓക്കെ, എന്നാൽ അറിയാലോ നമ്മുടെ നെയ്വ് ബൈസിന്റെ ഇക്വേഷൻ PH bar x തന്നിട്ട് ഉണ്ടാവും. നമ്മൾ ഓരോന്നിന്റെയും പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഹയസ്റ്റ് ഏതാണ് PH by x വരുന്നത് അതായിരിക്കും അതിലേക്കും കൺവേർട്ട് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ C4.5 ഡിഫർ ഫ്രം ID3 അൽഗോരിതം? എന്തൊക്കെയായിരുന്നു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഡിഫറൻസ് ഒന്നില് ഗെയിൻ റേഷ്യോ ഇൻഫർമേഷൻ ഗെയിനുമാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല്. പിന്നെ ഒന്നില് യൂസ് ചെയ്യുന്നത് പ്രൂണിങ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഇല്ലേ, ട്രീ പ്രൂണിങ്ങിൽ വരുന്ന ഡിഫറൻസ് ഏതൊക്കെയായിരുന്നു? രണ്ട് ട്രീ പ്രൂണിങ് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഓർമ്മയുണ്ടോ? കാർട്ടിലല്ല, ശരിക്കും പ്രീ പ്രൂണിങ് ആൻഡ് പോസ്റ്റ് പ്രൂണിങ് തന്നെയാണ് C4.5ലും ID3ലും വരിക. CARTയിലാണ് കോസ്റ്റ് കോംപ്ലക്സിറ്റി വരിക. C4.5ലാണ് പെസിമിസ്റ്റിക് പ്രൂണിങ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണേ. അത് രണ്ടുമാണ് മെയിൻ ഡിഫറൻസ്. ഒന്ന് ഗെയിൻ റേഷ്യോ ഇൻഫർമേഷൻ ഗെയിനും, പിന്നെ പെസിമിസ്റ്റിക് പ്രൂണിങ് ആണ് സാധാരണയായിട്ട് പ്രൂണിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് C4.5ല്. ID3യിലാണെങ്കിൽ പ്രീ പ്രൂണിങ് ആൻഡ് പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, explain the attribute selection methods in decision tree. attribute selection methods നമ്മൾ പറഞ്ഞല്ലേ? ഏതൊക്കെ attribute selection methods? attribute selection measures in decision tree ഏതൊക്കെയാ? ചാറ്റിൽ റിപ്ലൈ ചെയ്തേ. അമൃത, അനുശ്രീ, ഹരിത, മൃദുല, ഷബ്ന, വിഷ്ണു. Right question. Explain the attribute selection methods in decision tree. Fourth question. ഏതൊക്കെ attribute selection മെത്തേഡാ? മിഥിലാജ്, ഫജർ, പറയൂ. ഓക്കെ, ഇൻഫർമേഷൻ ഗെയിൻ, ഗെയിൻ റേഷ്യോ, ഗിനി ഇൻഡെക്സ്. ഓക്കെ, പിന്നെ ഒരു മാക്സിമം ഡിസ്ക്രിപ്ഷൻ ലെങ്ത് എന്നൊരു സാധനം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതൊന്നും പഠിപ്പിക്കാൻ ഞാൻ. മൂന്നെണ്ണം ഉള്ളത് ഇൻഫർമേഷൻ ഗെയിൻ, പിന്നെ ഗെയിൻ റേഷ്യോ ആൻഡ് ഗിനി ഇൻഡെക്സ്. ഈ മൂന്നെണ്ണമാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ പ്രീ ആൻഡ് പോസ്റ്റ് പ്രൂണിങ് അപ്രോച്ചസ് ഇൻ ഡിസിഷൻ ട്രീ അൽഗോരിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ പ്രൂണിങ് മെത്തേഡ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂണിങ് എന്തായാലും പഠിക്കണം. ഓക്കെ, എക്സ്പ്ലെയിൻ പ്രീ പ്രൂണിങ് ആൻഡ് പോസ്റ്റ് പ്രൂണിങ് അപ്രോച്ചസ് ഇൻ ഡിസിഷൻ ട്രീ അൽഗോരിതം. അതൊന്നും again ചോദിച്ചിട്ടുണ്ട്, നെയ് ബൈ ഉണ്ടല്ലേ. Given the following data on a certain patients seen by a doctor, can the doctor conclude the person having chills, fever, mild headache without running nose
has the flu. Use the Naive prediction. Naive algorithm വെച്ചിട്ട് ഇതാണ് കണ്ടീഷൻ. ചിൽസ് ഉണ്ട്, ഇത് തന്നിട്ടില്ല, കണ്ടീഷൻ കാണുന്നില്ലേ? that person have chill, അപ്പൊ chill s വരും. fever s. mild headache മൈൽഡിൽ വരും. മൈൽഡ് നോ സ്ട്രോങ്, ഇങ്ങനെ മൂന്നെണ്ണം അല്ലേ, ഇതിൽ മൈൽഡിൽ വരും. റണ്ണിങ് നോസ് നോ. ഈ കണ്ടീഷൻ വരുന്ന സമയത്ത് ഫ്ലൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രഡിക്ഷൻ എങ്ങനെയാ വരിക എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതും നെയ്വ് ബയസ്. ഇത്രയുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്ത നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് how is entropy of a data set is calculated? Entropy എന്ന് വെച്ചാൽ എന്താ? എൻട്രോപ്പിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നടാ? എൻട്രോപ്പി അറിയോ? എൻട്രോപ്പിന്റെ ഇതെന്തായിരുന്നു ഡെഫിനിഷൻ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, മെഷർ ഓഫ് അൺസർട്ടനിറ്റിയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയാ. ഏത് ക്ലാസ്സിൽ പെടും നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി എൻട്രോപ്പി വാല്യൂ കൺസിഡർ ചെയ്യുന്നത് ചെയ്യുന്നത്, റൈറ്റ്? സോ മെഷർ ഓഫ് അൺസർട്ടനിറ്റി ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. സോ ഹൗ എൻട്രോപ്പി ഓഫ് എ ഡാറ്റ സെറ്റ് ഇസ് കാൽക്കുലേറ്റഡ്? എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ n by p into log p by n plus p എന്നുള്ള ഇക്വേഷൻ അല്ലേ അത്. അത്രേ ഉള്ളൂ ഇതിലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്കാനർ അടുത്ത മൊഡ്യൂളാ കെമിക്സ്. അടുത്ത പ്രാവശ്യം ചോദിച്ചാണതാ. കൺസിഡർ ദ കളക്ഷൻ ഓഫ് ട്രെയിനിങ് സാമ്പിൾസ് ഗിവൺ ബിലോ. Long risk is the target attribute which describe risk associated with loan for each customer. Find the value of the following. Gain S of 6, gain S of credit rating. Gain calculate ചെയ്യാനാ ചോദിച്ചിട്ടില്ല. ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി മൈനസ് എൻട്രോപ്പി ഓഫ് അട്രിബ്യൂട്ട് അല്ലേ, ഡി മൈനസ് ഇൻപുട്ട് ഡി എന്നുള്ള ഇക്വേഷൻ അല്ലേ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ഐ മീൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതാണിത് വരെ. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെയ്വ് ബയസ് തന്നെ. സപ്പോസ് we have data on individual randomly surveyed the digits on the responses towards interest promotional offers made in areas of finance, travel, breeding and health. 6 is the output attribute to be predicted. നമുക്ക് തന്നിട്ടുണ്ട് കണ്ടീഷൻ ഫിനാൻസ് നോ, ട്രാവൽ എസ്, റീഡിംഗ് എസ്, ഹെൽത്ത് നോ. ഇത് വെച്ചിട്ട് നെയ്വ് ബയസ് വെച്ച് നെയ്വ് ബയസ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഇൻസ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഏരിയന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് അത് നോക്കുക, അതിന്റെ പ്രോബ്ലം, പിന്നെ നെയ്വ് ബയസും പഠിക്കുക. ഈ മൂന്നെണ്ണം പഠിച്ചാൽ തന്നെ ഈ മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നേരത്തെ പറയാമോ? ഈ 4th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? An airport security screening station want to determine if passengers are criminals or not. To do this, the faces of passengers are scanned and kept in a database. Each is a classification or prediction task. Justify your answer. Question മനസ്സിലായോ? Yes or no പറയൂ. മനസ്സിലായോടാ? സൗരഭേ, അശ്വിൻ, അനുശ്രീ, അർജുൻ. അതായത് ഒരു എയർപോർട്ട് സെക്യൂരിറ്റി സ്ക്രീനിങ് ചെയ്യുവാണ്. സ്ക്രീനിങ് സ്റ്റേഷൻ വാണ്ട് ടു ഡിറ്റർമിൻ ഈ പാസഞ്ചേഴ്സ് ആർ ക്രിമിനൽസ് ഓർ നോട്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. വരുന്ന ഓരോ പാസഞ്ചേഴ്സിനെ സ്ക്രീൻ ചെയ്തിട്ട് ക്രിമിനൽ ആണോ അല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം.
ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണോ പ്രെഡിക്ഷൻ ടാസ്ക് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഫജർ, അതുൽ ദിനേശ്, ജാസിം, ജാസിൽ, സൗരഭ്, സുബിൻ, വിഷ്ണു. അമൃത, ജിതിന, ഹരിത, അശ്വതി, മിഥിലാജ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ല പിള്ളേരെ? ഹലോ, അഭിലാഷ്. ഓക്കെ. പ്രഡിക്ഷൻ ആണോ എല്ലാവരുടെയും ആൻസർ? പക്ഷെ ഇതൊരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ്. ഈ ടാസ്ക് ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ്. എങ്ങനെയാണെന്നറിയാവോ നിങ്ങൾക്ക്? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്രിമിനൽസ് ഓർ നോട്ട്, ക്രിമിനൽസ് യെസ് ഓർ ക്രിമിനൽസ് നോ എന്ന് പറയുന്ന 2 ക്ലാസ്സസിലേക്കാണ് ഇതിനെ മാപ്പ് ചെയ്യേണ്ടത്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു പ്രഡിക്ഷൻ ജോബാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മാച്ച് വെച്ചിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക ചെയ്യുക. പക്ഷെ ഇത് ആക്ച്വലി ക്രിമിനൽസിന്റെ ഒരു പെർട്ടിക്കുലർ ഹിസ്റ്ററി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ട്രേറ്റ്സ് ഉണ്ടാവില്ലേ. നമ്മൾ സാധാരണയായിട്ട് ഒരു അബ്നോർമാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അവരുടെ മീൻസ് എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ എടുത്ത് ഫേസിന്റെ ഷേപ്പ് ഇന്നതാണോ, അല്ലെങ്കിൽ ഐസിന്റെ ഐറിസിന്റെ കളർ ഇതാണോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുക. അപ്പോൾ കുറെ അധികം ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യും. അതിന്റെയൊക്കെ വാല്യൂ എസ് ആണോ നോ ആണോ നോക്കും. എന്നിട്ട് ഫൈനൽ ക്ലാസ് ആയ ക്രിമിനൽ എസ് എന്ന് പറയുന്നില്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതൊരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണ് കേട്ടോ. അത് പ്രെഡിക്ഷൻ എന്ന് പറയാൻ നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്രെഡിക്ഷൻ ടാസ്ക്. ക്ലിയർ? നമ്മൾ നേരത്തെ ബൈ കമ്പ്യൂട്ടർ നോ എന്ന് പറയുന്ന ക്ലാസ്സസിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ല. എങ്ങനെ? നമുക്കിപ്പോ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് തരാണ്. ദിസ് പേഴ്സൺ ജോ ഈസ് ഏജ് യൂത്ത്, സാലറി 45,000, ക്രെഡിറ്റ് റേറ്റിംഗ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പേഴ്സൺ കമ്പ്യൂട്ടർ വാങ്ങിക്കോ ഇല്ലയോ, ഇതെന്ത് ടാസ്കാ? ഇത് ക്ലാസിഫിക്കേഷൻ ടാസ്ക്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ക്ലിയർ ആയോ? ഫജർക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? ജാസിം, മിഥിലാജ്, അമൃത, സർഗ. ഓക്കെ ഡൺ. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുക. ഇതിൽ എപ്പോഴും ചോദിക്കുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നെയ്വ് ബയസ് എന്തായാലും ഉണ്ടോ ഒരു പ്രോബ്ലം. നെയ്വ് ബയസ് സീരിയസ് ആയിട്ട് പഠിക്കുക. നെയ്വ് ബയസിന്റെ ഇക്വേഷനും നെയ്വ് ബയസ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ മെത്തേഡ് നോക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വക പ്രോബ്ലംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി പറയാനുള്ളത് അത്രയാണ് നമ്മൾ തേർഡ് മോഡുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 4th മോഡ്യൂൾ നോക്കിയേ. 4th മോഡ്യൂളില് തേർഡ് മോഡ്യൂളിലും 4th മോഡ്യൂളിലാണ് ആക്ച്വലി ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിന്റെ എല്ലാ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സും പഠിക്കുന്നത്. ഒന്ന് നെയ്വ് ബയസ് ഉണ്ട്, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ലേസി ലേണർ, പിന്നെ റിഗ്രഷൻ നോൺ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്സ്. ഇത്രയും വരുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് മുഴുവൻ നിങ്ങൾ പഠിക്കുന്നത് 3rd and 4th മോഡ്യൂളിലാണ്. അപ്പോൾ 4th മോഡ്യൂൾ ഇസ് അബൌട്ട് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ 1 റൂൾ എന്ന് പറയുന്നത് അതുണ്ട്. ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഈസ് അബൌട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ദെൻ ലേസി ലേണേഴ്സ്, അതിൽ കെ നിയറസ്റ്റ് നൈബർ ക്ലാസിഫയർ, ദെൻ ആക്യുറസി ആൻഡ് എറർ മെഷേഴ്സ് ഓഫ് ഇവാലുവേഷൻ. പിന്നെ വരുന്നതാണ് പ്രഡിക്ഷനിൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ മെത്തേഡ്സ്. ഇത്രയാണ് 4th മോഡ്യൂൾ ഉള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു
നിങ്ങൾ ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചായിരിക്കില്ലേ? SVM ഒക്കെ പഠിച്ചിട്ടില്ലേ? മെഷീൻ ലേണിംഗിൽ പഠിച്ചിട്ടില്ലേ SVM? അല്ലേ? ബാക്ക് പ്രൊപ്പഗേഷനും SVM നിങ്ങൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടില്ലേ? അശ്വതി പഠിച്ചിട്ടുണ്ട്? അശ്വതി നമുക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും ഞാൻ ഓക്കെ, ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്തായാലും പഠിപ്പിക്കും. ഞാൻ ഇതിലുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 4th മൊഡ്യൂളിലേക്ക് പോവാം. അതിൽ ആദ്യം തന്നെ ഉള്ളതാണ് ഫസ്റ്റ് ടോപ്പിക് ആണ് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നെയ്ബ് ബയസ് ക്ലാസിഫയർ പറഞ്ഞു, ബയസ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് പറഞ്ഞു. ഈ ബയസ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫയർ, റൈറ്റ്? അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫയർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ വെച്ച് അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഏത് ക്ലാസ്സസിൽ പെടുന്നുണ്ടെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്ലാസിഫയർ. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, in this section we will discuss about the rule based classifiers. ഇവിടെ ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്താ പറയുക, ലേൺഡ് മോഡൽ എന്ന് പറയില്ലേ, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മോഡൽ, ആ ലേൺഡ് മോഡലിന് we will use a set of if then rules. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സെറ്റ് ഓഫ് റൂൾസ്, ഏത് സെറ്റ് ഓഫ് റൂൾസ് ആണ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ അടുത്ത സെക്ഷനിൽ എങ്ങനെയാണ് ഈ റൂൾസ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത് ഈഫ് ദെൻ റൂൾസ് ആണ്. അതായത് നമുക്കറിയാം, ഒരു നോർമൽ ഇൻഫർമേഷൻ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ റെപ്രസെന്റ് ദ നോളജ് ഇൻ ദ ഫോം ഓഫ് ഈഫ് ദെൻ റൂൾസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റ് ഇൻഫർമേഷനെ, ഒരു നോളജിനെ വി വിൽ റെപ്രസെന്റ് ബൈ യൂസിങ് സെറ്റ് ഓഫ് റൂൾസ്. അതാണ് റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് അപ്പോൾ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഹെഡിങ് എഴുതിക്കോ. എന്താ ഈ റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ചെയ്യുക? നമുക്കൊരു തന്നിരിക്കുന്ന ഒരു നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ്. ഐ എം റെപ്രസെന്റിങ് ഇറ്റ് ആസ് നോളജ്, റൈറ്റ്? തന്നിരിക്കുന്ന നോളജിനെ ഐ വിൽ റെപ്രസെന്റ് ഇറ്റ് ആസ് എ സെറ്റ് ഓഫ് റൂൾസ്. This representing the knowledge by using set of rules, actually it is a good way of representation. It is a good way to represent something. Okay, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, ഇവിടെ പഠിക്കുന്ന ആദ്യത്തെ റൂളാണ് if then rules. if then നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ചതുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ് ഈ if then rules എന്ന് വെച്ച് കഴിഞ്ഞാൽ. എങ്ങനെ if then rules വർക്ക് ചെയ്യുക? സാധാരണയായിട്ട് നമ്മുടെ if else കണ്ടീഷൻ എങ്ങനെയാ വർക്ക് ചെയ്യുക? if കണ്ടീഷൻ then കൺക്ലൂഷൻ. ഇതല്ലേ നമ്മുടെ നോർമലി ഉള്ളൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലേ? തന്നിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, if അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് എഴുതും, then what is your conclusion, right? അമൽ ഒന്ന് മൈക്ക് ഓഫ് ചെയ്തേ അമൽ. So this is the way of representing something. So in rule based classification we will use some set of rules to represent our knowledge. Here I am using an if then rule, or if then rule is an expression which is of the form if condition then expression. ഇനി for example പറയുവാണെങ്കിൽ സാധാരണ എഴുതില്ലേ, if this is true do this particular set of statement. അല്ലെങ്കിൽ നമ്മൾ ചില കണ്ടീഷൻസ് പറയാണ്, ഇന്ന് മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ
കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും? ടെമ്പറേച്ചർ ഇത്രയാണോ, ഹ്യൂമിഡിറ്റി ഇത്രയാണോ, ഈഫ് ടെമ്പറേച്ചർ ഇസ് ദിസ് മച്ച്, ഹ്യൂമിഡിറ്റി ഇസ് ദിസ് മച്ച്, ദെൻ റെയിൻ, എൽസ് നോ ചാൻസസ് ഓഫ് റെയിൻ എഴുതില്ല. അതേപോലെ തന്നെ ഇവിടെ ഞാൻ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞ ക്ലാസിക്കൽ എക്സാമ്പിൾ തന്നെ എടുക്കുക. ബൈസ് കമ്പ്യൂട്ടർ ഒരു റൂൾ എഴുതുവാണ്. ഈഫ് ആദ്യത്തെ അട്രിബ്യൂട്ട് ചെക്ക് ചെയ്യുന്ന ഏജ് യൂത്ത് ആണോ, ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് സ്റ്റുഡന്റ് ആണോ. ഇഫ് ഏജ് യൂത്തും സ്റ്റുഡന്റ് എസും ആണെങ്കിൽ then my conclusion is then Bai's computer is yes. നോക്കിയപ്പോ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ഏജ് യൂത്ത് ആണോ എന്നുള്ളത്, റൈറ്റ്. സ്റ്റുഡന്റ് എസ് ആണോ എന്നുള്ളത്. അപ്പൊ ഈഫ് കണ്ടീഷൻ, ഈഫിനുള്ളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആൻഡ്, പിന്നെ ദെൻ അവർ പ്രഡിക്ഷൻ. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടല്ലോ. ഈ ഈഫ് പാർട്ട് ഇല്ലേ, ഈ പോർഷൻ ലെഫ്റ്റ് സൈഡ് എന്ന് ഞാൻ പറയും. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള പാർട്ട് ഈഫ് പാർട്ട്. ഈഫ് പാർട്ട് ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റൂൾ ഇസ് നോൺ ആസ്, ഇതിന് പറയുന്ന പേരാണ് റൂൾ ആന്റിസിഡന്റ്. or we will call it as precondition. Okay, ഇനി റൈറ്റ് സൈഡിൽ വരുന്ന പാർട്ട് ഏതാ? ബൈസ് കമ്പ്യൂട്ടർ ഇസ് റൈറ്റ് സൈഡ്. ഈ റൈറ്റിന് പറയുന്ന പേരാണ് റൂൾ കോൺസിക്വന്റ്. ഓക്കെ, അപ്പൊ ആന്റിസിഡന്റും കോൺസിക്വന്റ് എന്ന് മനസ്സിലായോ? പ്രീ കണ്ടീഷൻ നമ്മുടെ ഈ പോർഷനിൽ വരുന്നതിനാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാം, നമ്മുടെ കൺക്ലൂഷനിൽ വരുന്നതാണ് കോൺസിക്വന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സാധാരണ നമുക്ക് റൂൾ ആന്റിസിഡന്റിൽ ഒരു കണ്ടീഷൻ മാത്രമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഏജ് ഈക്വൽ ടു യൂത്ത് ഒരു കണ്ടീഷനാണ്, സ്റ്റുഡന്റ് ഈക്വൽ ടു എസ്. ഇനി വേണമെങ്കിൽ നമുക്ക് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഫെയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. റൈറ്റ്, അപ്പോ നോർമലി if part, അതായത് antecedent portion, condition consists of one or more attribute test. Okay, and what we will do, we will logically do the ANDing operation. AND operation ഇവിടെ perform ചെയ്യാം. age youth and student is and credit rating fair and അങ്ങനെയല്ലേ ചെയ്യാം. So rule consequent contain a class prediction. We are predicting whether customer will buy the computer or not. So R1 can be also written as, we can write R1 as like this. R1 is equal to age is equal to youth and student equal to yes ആണോ നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു എസ്, ഇങ്ങനെ നമുക്ക് റൂൾ എഴുതാം. അപ്പൊ അതെങ്ങനെയാ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? തന്നിരിക്കുന്നതിൽ നിന്ന് റൂൾ ആന്റിസിഡന്റ് ഉണ്ടാവും, കോൺസിക്വന്റ് ഉണ്ടാവും. റൈറ്റ്, അപ്പോ ഈ ഏജ് ഈക്വൽ ടു യൂത്ത് സ്റ്റുഡന്റ് എസ് ആണെങ്കിൽ ബൈസ് കമ്പ്യൂട്ടർ എസ്. ഇഫ് ദ കണ്ടീഷൻ ഇൻ എ റൂൾ ആന്റിസിഡന്റ് ഹോൾഡ് ട്രൂ ഫോർ ഓൾ ദ ഗിവൻ ട്യൂപ്പിൾ, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ട്രൂ ആണെങ്കിൽ യു വിൽ സേ എന്താ ചെയ്യാ? ഈ ട്യൂപ്പിൾസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യലേ അല്ലേ? അതായത് ഈ കണ്ടീഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആന്റിസിഡന്റിലെ എല്ലാ സാധനങ്ങളും ഹോൾഡ്സ് ട്രൂ ഫോർ എ ഗിവൻ ടപ്പിൾ, വി സേ ദാറ്റ് റൂൾ ആന്റിസിഡന്റ് ഇസ് സാറ്റിസ്ഫൈഡ്. റൈറ്റ്, ദാറ്റ് മീൻസ് ദ റൂൾ കവേഴ്സ് ദ ട്യൂപ്പിൾ എന്നല്ലേ പറയാം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാം ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂള് ഈ പെർട്ടിക്കുലർ ട്യൂപ്പിൾസിനെല്ലാം കവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് തന്നെ അതിന്റെ ആക്യുറസി രണ്ട് ടേം യൂസ് ചെയ്യും. ഒന്ന്, അതിന്റെ ആദ്യത്തെ ടേം ആണ് കവറേജ്, or I will write as R. രണ്ടാമത്തെ ടേം ആണ് ആക്യുറസി. ആക്യുറസി എന്ന് വെച്ചാൽ എന്താ? R. ആക്യുറസി ഓഫ് ആറും ഒരു പെർട്ടിക്കുലർ റൂളിന്റെ കവറേജ് എന്താണ്, ആക്യുറസി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി കവറേജിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ N covers by D ആണ്. This is the equation for coverage. Now what about accuracy?
n correct by n covers. അത് നമുക്ക് ഒരു റൂള് തന്നിരിക്കുന്ന ഒരു റൂളാണ് R. നമുക്കൊരു ടപ്പിൾ തന്നിട്ടുണ്ട്, given a tuple x. ഏത് അതിന്റെ ഡാറ്റാ സെറ്റ്, അത് എക്സ് എന്ന് പറയുന്ന ഒരു ട്യൂപ്പിൾ ഉണ്ട്, ഡി എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് ഉണ്ട്. ഈ n കവേഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടപ്പിൾസ് കവേർഡ് ബൈ number of tuples covered by R. അതായത് ഒരു പെർട്ടിക്കുലർ റൂള് എത്ര ടപ്പിളിന് എത്ര ആട്രിബ്യൂട്ട്സിന് കവർ ചെയ്യുന്നുണ്ടെന്നാണ് ഈ n കവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. n കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അനുശ്രീ, അമൃത, അദ്വസത്യപാൽ, ഷബ്ന, സുബിൻ രാജ്, വിഷ്ണു. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് തന്നിരിക്കുന്ന ഒരു റൂള് എത്ര ടപ്പിൾ, നമുക്ക് തന്നിരിക്കുന്ന എത്ര ആട്രിബ്യൂട്ട്സിനെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ n കവേഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. എത്ര എണ്ണത്തിന് കവർ ചെയ്യുന്നുണ്ട്, അതിൽ എത്ര എണ്ണം കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഈ n കറക്റ്റ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റ് ആണ് എക്സ്. നമ്മൾ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടപ്പിൾ ആണ് എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ട്യൂപ്പിൾ കൺസിസ്റ്റ് ഓഫ് ദ ഡാറ്റാ സെറ്റ് ഡി. The coverage of a particular rule R is equal to n covers by total data set. നമ്മളിപ്പം ഒരു നെറ്റ്വർക്കിന്റെ കവറേജ് എന്ന് വെച്ചാൽ എങ്ങനെ പറയാ, ടോട്ടൽ ഏരിയന്ന് എത്ര ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല അതിന്റെ കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെ? അതേപോലെ ഇവിടെ ടോട്ടൽ ഡാറ്റാ സെറ്റിന്ന് എത്ര ആട്രിബ്യൂട്ട്സിന് അത് കവർ ചെയ്യുന്നുണ്ട്, അതാണ് n കവേഴ്സ് ബൈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇനി ആക്യുറസിയോ, അതിൽ ഈ കവർ ചെയ്യുന്നതിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ഇത് ഈ രണ്ട് ടേം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്നതിലൊക്കെ ഈ ടേം വരും, കവറേജും ആക്യുറസിയും. കവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡാറ്റ സെറ്റിൽ എത്ര എണ്ണം കവർ ചെയ്യുന്നുണ്ടെന്ന്. ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യുന്നതിൽ എത്ര എണ്ണം കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് സ്ലൈഡ്സിലേക്ക് വരാം. ഇത് തന്നെയാണ് നിങ്ങൾ സ്ലൈഡ്സിലുള്ളത്. നോക്കിയേ, റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ഇൻ ദ ഫോം ഓഫ് ഈഫ് ദെൻ റൂൾസ്. അത് ഒരു റൂളാണ്. ഈ പേജ് ഈക്വൽ ടു സ്റ്റുഡന്റ്. ഞാനിപ്പോ പറഞ്ഞത് ഈ സാധനം തന്നെ. റൂൾ ആന്റിസിഡന്റ് എന്താണ്, ദെൻ പോർഷൻ ആണ് നമ്മൾ റൂൾ കോൺസിക്വന്റ് എന്ന് പറയാം. n കവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിൾസ് കവേർഡ് ബൈ ആർ. n കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിൾസ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ബൈ ആർ. കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n കവേഴ്സ് ബൈ ഡി ആണ്. ആക്യുറസി എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുന്നതിൽ എത്ര എണ്ണം കറക്റ്റ് ആണ്, അതായത് n കറക്റ്റ് ബൈ n കവേഴ്സ് ആണ് അതിന്റെ ആക്യുറസി എന്ന് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഇതിൽ വരുന്ന അടുത്ത സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് സൈസ് ഓർഡറിങ്ങും റൂൾ ഓർഡറിങ്ങും. അതായത് if more than one rule is triggered, we need conflict resolution. എപ്പോഴാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക? ഒന്നിൽ കൂടുതൽ ചോയ്സസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അല്ലെ? if this true then this എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊന്നും if എന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മളിപ്പോ പറയുവാണെങ്കിൽ if map to one else condition, if this happen this also true എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് പോസിബിൾ ആണെങ്കിൽ if this is true this or this or this എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? There will be conflict. What we need a conflict resolution. For that what we can do, we will use a size ordering. Assign highest priority to the triggering rules that has the toughest requirement. അതിലെ ടഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ അധികം ആട്രിബ്യൂട്ട് വെച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് ദിസ് ഈ കണ്ടീഷൻ ആണോ ആൻഡ്, ദിസ് കണ്ടീഷൻ ആണോ ആൻഡ്, അങ്ങനെ കുറേ അധികം റിക്വയർമെന്റ്സ് കൊടുക്കുന്നത് നമ്മുടെ ടഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയാം. അതാണ് നമ്മൾ പറയും സൈസ് ഓർഡറിങ് വരും. സോ അസൈൻ ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഫോർ ദ ട്രിഗറിംഗ് റൂൾസ് ദാറ്റ് ഹാസ് ദ ടഫസ്റ്റ് റിക്വയർമെന്റ്. ആ പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിപ്പം ഈഫ് ട്രൂ ദെൻ ദിസ് ഇങ്ങനെ ഒറ്റൊന്നേ ഉള്ളൂ എന്ന് വെച്ചോ. ഇനി ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് ഈഫ് ഏജ് ഈക്വൽ ടു യൂത്ത്
and student is equal to yes, credit rating is equal to fair, gender is equal to male, then family background is equal to good. ഇത്രയും കുറേ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ട്രൂയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറേയധികം ആട്രിബ്യൂട്ട്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിന് നമ്മൾ സൈസ് ഓർഡർ ഹയസ്റ്റ് ഇപ്പൊ കേൾക്കുന്നില്ലടാ? ഉണ്ട് മിസ്റ്റർ. ഒരു സെക്കൻഡ്, ഒരു കണക്ഷൻ ലോസ്റ്റ് ആയി, മൊബൈൽ കണക്ഷൻ. അറ്റൻഡൻസ് ഇട്ടാ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തേക്ക് അത്ര മതി. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ഒരു സെക്കൻഡ് പറഞ്ഞ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ലെഫ്റ്റ് ചെയ്യല ഒരു സെക്കൻഡ്. റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ അല്ലേ പറഞ്ഞത്? അതിൽ സൈസ് ഓർഡറിംഗ് ഉണ്ട്. സൈസ് ഓർഡറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടഫ് റിക്വയർമെന്റ് ഉള്ള റൂളിലേക്ക് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ക്ലാസിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് ദ ബ്രേക്ക് നൗ.